ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് മണ്ഡലത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊപ്പമാണ് നമ്മളുള്ളത്. അദ്ദേഹം തന്നെയാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ശ്രീ വി ഡി സതീശൻ ഒരു ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റ് എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ വി ഡി സതീശനെ കുറിച്ച് പറയുക. പക്ഷേ അത് കൃത്യമായി തെളിയിക്കണമെങ്കിൽ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് എന്ന നിലയ്ക്ക് ഈ റൗണ്ട് തെരഞ്ഞെടുപ്പുകൾ നമുക്ക് എടുക്കാൻ പറ്റും എന്നാണ് കരുതുന്നത്. അങ്ങനെ നോക്കിയാൽ ശുഭപ്രതീക്ഷ ആ പേര് നിലനിർത്തുമോ? ഞാനൊരു എക്സ്പേർട്ട് എന്ന് പറയുന്നതിനേക്കാൾ ഞങ്ങൾ ഭയങ്കര ടീം വർക്കാണ്. ആ ടീം വർക്കിൽ മുതിർന്ന തലമുറയിൽപ്പെട്ട ആളുകളുണ്ട്, ഇളം തലമുറയിൽപ്പെട്ട ആളുകളുണ്ട്, കോൺഗ്രസിൻ്റെ ഒരു ശക്തമായ രണ്ടാം നിര ഉണ്ട്, യു ഡി എഫിലെ ഘടകകക്ഷികളുടെ നേതാക്കളും അവരുടെ രണ്ടാം നിരയുണ്ട്. അതിനെ ഏകോപിപ്പിക്കുന്നു എന്ന കാര്യം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. സത്യത്തിൽ അത് ഞങ്ങൾ ഫലപ്രദമായി ഞങ്ങൾക്ക് 2 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലെ എക്സ്പീരിയൻസ് അന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങളുണ്ട്. അപ്പോൾ പാലക്കാടും ചേലക്കരയിലും ഞങ്ങൾ അതേ രീതിയിൽ തന്നെ അതേ ശൈലിയിൽ അതിനേക്കാൾ കുറേ കൂടെ ഭംഗിയായി. ഞാൻ പറയുകയാണെങ്കിൽ ചേലക്കരയാണ് എനിക്കൊരു നമ്മൾ പറയുമല്ലോ പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷൻ നിങ്ങളും പറയുന്ന നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ പറയുന്നൊരു കാര്യം എനിക്ക് ഭയങ്കരമായ സംതൃപ്തി തോന്നിയൊരു കാര്യമാണ്. കാരണം 39,500 വോട്ടിന് CPM ജയിച്ചൊരു സീറ്റിൽ പോയിട്ടാണ് ഞങ്ങൾ കൈ കൊടുത്തത്. സാധാരണ ആരും ധൈര്യപ്പെടാത്തതാണ്. അത് നമുക്ക് ജയിക്കാൻ കഴിയും എന്നുള്ള സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ കഴിയും. അത് ഞങ്ങൾ പ്ലാൻ ചെയ്ത എല്ലാ വർക്കുകളും വളരെ കൃത്യമായി, ഞാൻ പറയുന്ന ഒരു കേഡർ പാർട്ടിക്ക് പോലും ചെയ്യാൻ പറ്റാത്ത തരത്തിൽ, ഞങ്ങളുടേത് കേഡർ പാർട്ടിയൊന്നുമല്ല, ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ചെയ്തു. അവരെല്ലാം ചെയ്തു, ഉണർന്ന് ചെയ്തു. അപ്പോൾ അതൊരു വലിയ ആത്മവിശ്വാസം നൽകിയൊരു കാര്യമാണ്. പാലക്കാട് അത്രയും പ്രയാസമില്ല. പാലക്കാട് നമുക്ക് കുറേ കൂടെ കംഫർട്ടബിളായിട്ടുള്ളൊരു പൊസിഷനാണ് ആദ്യം തന്നെയല്ല ഞങ്ങളുടെ അസസ്മെൻറ്റ്. എങ്കിലും ചിട്ടയായിട്ടാണ് ഇലക്ഷൻ പ്രവർത്തനം നടത്തുന്നത്. സത്യം പറഞ്ഞാൽ ഇലക്ഷന് മുമ്പ് തന്നെ ഞങ്ങളൊരു വോട്ടർ പട്ടിക വെരിഫിക്കേഷൻ നടത്തിയിരുന്നു. ഇപ്പോൾ ഒരാഴ്ച നീട്ടി വയ്ക്കുകയും കൂടി ചെയ്തുകൊണ്ട് അതുൾപ്പെടെ 6ാമത്തെ പ്രാവശ്യമാണ് UDF പ്രവർത്തകർ ഭവന സന്ദർശനം നടത്തുന്നത്. തീർച്ചയായും ഒരിക്കലും നടക്കാത്ത കാര്യമല്ല. പക്ഷേ ഒരു കാര്യം, ഇപ്പോൾ ചേലക്കരയിൽ വിജയിച്ചാലാണ് ഒരു രാഷ്ട്രീയ വിജയം അവകാശപ്പെടാൻ കഴിയുക എന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു. ഒരു രാഷ്ട്രീയ വിജയമുണ്ട്. കാരണം ഇപ്പം പാലക്കാട് വിജയിച്ച് നിൽക്കുന്ന മണ്ഡലമാണ്, വയനാട് വിജയം ഉറപ്പിച്ച മണ്ഡലമാണ്. പക്ഷേ അതല്ലാത്തതൊന്നും ചേലക്കരയാണ്. അപ്പോൾ ആ ചേലക്കരയിലെ വിജയം ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും ഉറപ്പാക്കി തന്നെയാണ് നിൽക്കുന്നതല്ലേ? അല്ല, നമുക്കൊരു അസസ്മെൻ്റ് ഉണ്ട്. അത് എൻ്റെ വ്യക്തിപരമായ അസസ്മെൻ്റ് അല്ല. ഞാൻ പറഞ്ഞല്ല, ഞങ്ങളൊരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. പണ്ട് അത് അത്ര ഉണ്ടായിരുന്നു. ഈ 39,000 മറികടക്കണം. അല്ല ഉണ്ട്, സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ നമുക്ക് ആ 39,500 40,000 ഞാൻ പറഞ്ഞത് എല്ലാവരോടും 40,000 വോട്ട് നിൽക്കുന്നത്. അപ്പോൾ ആർക്കും ആദ്യം ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. പിന്നെ ആത്മവിശ്വാസം ഉണ്ടാക്കി, മൊറയിൽ ബൂസ്റ്റപ്പ് ചെയ്തു, കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്തു. അതിന് ചെയ്ത കാര്യങ്ങളാണ്, അതിപ്പോൾ ഞാൻ പറയുന്നില്ല, ചെയ്ത കാര്യങ്ങൾ അത് ചെയ്തു. പിന്നെ ഞങ്ങൾക്കൊരു അസസ്മെൻ്റ് ഉണ്ട്. ഞങ്ങൾ റിവ്യൂ മീറ്റിങ്സ് നടത്തി, താഴെ തട്ടിലുള്ള തന്നെ ഫീഡ്ബാക്ക് എല്ലാം എടുത്ത് ഞങ്ങളത് ചെയ്യാൻ അത് കൃത്യമായിട്ട് സജീവമായി നിൽക്കുന്ന ഏറ്റവും വലിയ ആവേശത്തോടെ ആളുകൾ വോട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച വയനാട്ടിൽ പോളിംഗ് ശതമാനം കുറഞ്ഞു. അവിടെ ഒരു വാശിയേറിയ തെരഞ്ഞെടുപ്പ് നടന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതിപ്പോൾ BJP, CPM അവരെല്ലാം പ്രധാനപ്പെട്ട പ്രതിപക്ഷങ്ങൾ, 2 അല്ല അവരതൊന്നും പോകുന്നില്ല, വോട്ട് ചെയ്യാൻ പോകുന്നില്ല പലരും. പിന്നെ നമ്മുടെ ആളുകൾക്കും അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. എന്തുകൊണ്ടാണ് ഒരു വാശി തോന്നണില്ല, മത്സരം നടക്കുന്നെന്നുള്ളൊരു ഫീലിംഗ് തോന്നണില്ല. അതൊന്നും ചേലക്കരയിലൊന്നും സംഭവിച്ചില്ല. കാരണം ചേലക്കരയിൽ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ ചെയ്തതിനേക്കാൾ ഏകദേശം 12,000-13,000 വോട്ട് കൂടുതൽ ചെയ്തു. എൻ്റെ ടാർഗറ്റ് അതായിരുന്നില്ല. ഞങ്ങൾ തീരുമാനിച്ചത് ഒരു 15,000 കൂടുതൽ വരണമെന്ന് വിചാരിച്ചു. അത്രയും വന്നില്ല, പക്ഷെ തൊട്ടടുത്ത് വന്നു. 12,000-നും 13,000-നും ഇടയിൽ വന്നു. 15 താഴെ കൂടുതൽ വോട്ട് ചെയ്യുമെന്ന. ഞങ്ങൾക്ക് അതിനൊക്കെ എന്തുകൊണ്ടാണ് ഞങ്ങളങ്ങനെ അസസ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സീക്രട്സാണ്. പക്ഷെ ഞങ്ങളുടെ ഒരു അസസ്മെൻ്റ് ഉണ്ട്. ആ അസസ്മെൻറ്റിൽ ഇലക്ഷൻ്റെ അന്ന് തന്നെ ഇവർ രാവിലെ ഭയങ്കര സ്ലോ ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, 73 തൊട്ട് 75 വരെ പോകുമെന്ന് പറഞ്ഞു. 73 വന്ന് നിന്നു. ഞങ്ങൾക്കറിയാം ഇപ്പോൾ 25 താഴെ ഇരിക്കുമെന്നറിയാം. നമുക്കിനി തിരിച്ച് പാലക്കാട്ടേക്ക് വന്നാൽ, പാലക്കാട് ഇപ്പോഴെങ്കിലും LDF-ഉം UDF-ഉം തമ്മിലാണ് മത്സരം എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് പ്രതിപക്ഷ നേതാവ് എത്തിയോ? ഇല്ല. ഞാനത് ആദ്യം അങ്ങനെ കരുതി. എന്ന് വെച്ചാൽ LDF-നൊരു സാധ്യത ഉണ്ടായിരുന്നു ഒരു 2ാം സ്ഥാനത്തേക്ക് വരാൻ, BJP മറികടന്ന്. പക്ഷെ അവർ ഈ സ്ഥാനാർത്ഥി നിർണയമൊക്കെ കുഴപ്പിച്ച് UDF-ൽ സ്ഥാനാർത്ഥിത്വം കൊടുക്കാത്ത ഒരാളെ, BJP പോയി സീറ്റ് ചോദിച്ച ഒരാളെ പെട്ടെന്ന് ഒരു നേരെ ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് EP ജയരാജൻ പറഞ്ഞതുപോലെ അവസരവാദിയായ ഒരാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് മറുകണ്ഠം ചാടിയ ഒരാളെ സ്ഥാനാർത്ഥിയാക്കി അതിൻ്റെ സാധ്യത അവർ തന്നെ തല്ലിക്കെടുത്തി.
പിന്നെ അവർ മുഴുവൻ ഞാൻ ശ്രദ്ധിച്ചത് കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യലാണ്. ബി ജെ പി ആയിട്ട് ഒരു പ്രശ്നമില്ല. യു ഡി എഫിനെ ദുർബലപ്പെടുത്തി ബി ജെ പിയെ സഹായിക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് ലീഡർഷിപ്പ് വന്നു. അണികളൊന്നും വന്നിട്ടില്ല. അതിൻ്റെ റിസൾട്ട് ഉണ്ട്. ഞാൻ പിന്നെ അത് സാരമില്ല എന്ന് കരുതി. കാരണം അതിൻ്റെ റിസൾട്ട് CPM അണികളുടെ ഒരു വോട്ടുകൂടി ഇപ്രാവശ്യം യു ഡി എഫിലൂടെ കിട്ടും. ഇപ്പോൾ കെ മുരളീധരൻ്റെ പല ആവർത്തി ഈ പറയുന്നത് ഇവിടെ LDF-ഉം UDF-ഉം തമ്മിലാണ് മത്സരം. അല്ല, അദ്ദേഹം ഒരു പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ പറഞ്ഞു അദ്ദേഹം അന്നാണ് വന്നത്. അതെ അതെ, അദ്ദേഹം അന്നാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ആംഗിളിൽ പറഞ്ഞ, ഞാൻ എൻ്റെ ആംഗിളിലല്ല പറഞ്ഞത്. 4 റിവ്യൂ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. 4 മൂന്നാമത്തെ കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ റിവ്യൂ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ ഏകദേശം അപ്പോഴാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞിരുന്നത് 2ാം സ്ഥാനത്തേക്ക് കടുത്ത മത്സരം നടക്കുമെന്ന് ഞാൻ പറഞ്ഞത്. പിന്നീട് 3 റിവ്യൂ മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലായി. അല്ല, അദ്ദേഹം പക്ഷേ പറഞ്ഞത് ഞാനൊരു BJP വിരുദ്ധനായതുകൊണ്ട് പറയുന്നതാണ് എന്നാണ്. അതൊരു കൊട്ടും കോളും വെച്ചുള്ള പറച്ചിലാണോ എന്നുള്ളതാണ്. അത് ഓരോരുത്തരുടെ ആംഗിളിൽ നിന്ന് ഒരാൾ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് തോന്നിയൊരു കാര്യം അദ്ദേഹം നിങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നല്ലേ. ഞാൻ പറഞ്ഞത് എനിക്ക് അങ്ങനെ തോന്നിയതല്ല. ഞാൻ ഒരു പുറത്തിറങ്ങി അല്ല, പാലക്കാട് നിയോജകമണ്ഡലം ഞാൻ മുഴുവൻ പോയിട്ട് പോലുമില്ല. ഞാൻ പോയിട്ടില്ല. ഈ നിയോജകമണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗത്തും ഞാൻ പോയിട്ടില്ല. ഞാൻ ഒന്ന് കറങ്ങി വന്നിട്ട് പറഞ്ഞതല്ല. കറങ്ങി വന്നിട്ട് പറയാം. പക്ഷെ അതൊന്നും ആക്യുറേറ്റ് ആയി. ആക്യുറസി എന്ന് പറയുന്നത് ഈ സംഘടനാപരമായി ബൂത്തിൽ പോയി പ്രവർത്തകരുടെ ഫീഡ്ബാക്ക്, അത് മണ്ഡലം, അത് തിങ്കളാഴ്ച നടക്കും സാധാരണ. ശനിയും ഞായറും സ്കോഡ് കയറിയിട്ട് ചൊവ്വാഴ്ച പഞ്ചായത്ത് ലെവലിൽ മണ്ഡലം, ഞങ്ങളുടെ ഒരു മണ്ഡലമുണ്ട്, തലത്തിൽ നടക്കും. അതിന് പ്രധാന നേതാക്കളാണ് പോകുന്നത്. ഞാനടക്കമുള്ള ഞങ്ങൾ ഇത് താഴെ തട്ടില്ല മീറ്റിങ്ങുകൾക്ക്, റിവ്യൂ മീറ്റിങ്ങുകൾക്ക്. എന്നിട്ട് ബുധനാഴ്ച ആകുമ്പോൾ ഞങ്ങൾ നിയോജകമണ്ഡലം തലത്തിൽ അതെല്ലാം റിപ്പോർട്ട് ചെയ്ത് അത് 2 മണിക്കൂറും 3 മണിക്കൂറും 3.5 മണിക്കൂറും ഒക്കെ നീണ്ടു നിൽക്കുന്ന മീറ്റിങ്ങുകളാണ്. മനസ്സിലായോ? അതിൻ്റെ അസസ്മെൻ്റാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ അകത്ത് നോക്കിക്കോ. നമ്മളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ഞാനിത് വെച്ച് ഇനി എത്ര തെരഞ്ഞെടുപ്പ് കണ്ടവരാ. നമ്മളിപ്പോൾ വെറുതെ കയറിയിട്ട്, അതുകൊണ്ടാണല്ലോ ഞാൻ 10,000 വോട്ടിന് ചിലക്കര ജയിക്കുമെന്ന് ഞാൻ പറയാത്തെന്താ. പറഞ്ഞ ഹർഷൻ എന്നോട് പറയും, അത് ഇന്നാള് പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ ചേലക്കരയിൽ വെറുതെ പറഞ്ഞില്ലേ, അതിൻ്റെ അടുത്തെങ്ങും വന്നില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പം നമ്മളെന്തിനാ അങ്ങനെ പറയണം? നമ്മുടെ ക്രെഡിബിലിറ്റി ഫാക്ടർ ഉണ്ട്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് ഇവിടുത്തെ ഒരു മത്സരത്തിൻ്റെ ഷിഫ്റ്റ് ചെയ്യാനൊന്നുമല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ, നിങ്ങൾക്ക് LDF-ഉം UDF-ഉം തമ്മിലാണ് മത്സരം എന്ന് വന്നാൽ സ്വാഭാവികമായും BJP-യെ വിജയിപ്പിക്കാതിരിക്കാൻ വോട്ട് ചെയ്യുന്ന ഒരു ലെഫ്റ്റ് ലീനിയേജ് ഉള്ള വോട്ടുകൾ കിട്ടില്ല എന്ന്. അതൊക്കെ ഉണ്ടാവും. അതല്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും, മാധ്യമപ്രവർത്തകർക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പൊളിറ്റിക്സ് നിരീക്ഷിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങളൊക്കെ അസസ് ചെയ്യുന്ന ആളല്ലേ. രാഷ്ട്രീയ പ്രവർത്തകരെ പോലെ തന്നെയല്ലേ മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആളുകൾ. ഇത് നിങ്ങൾ അസസ് ചെയ്യുന്ന ആളല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാമല്ലോ CPM-ൻ്റെ ഇവിടുത്തെ പൊസിഷൻ എന്താണ് എന്ന്. പുറത്ത് കാണിക്കുന്ന ഈ ബഹളമല്ല. മാത്രമല്ല അവർക്ക് അതിൻ്റെ അകത്തൊരു സാധാരണ CPM ഇതൊക്കെ പറഞ്ഞാലും അവർക്കൊരു ഏകോപിതമായൊരു രീതി വരും. അതും വന്നില്ലല്ലോ. പല പ്രാവശ്യം അകത്തെ പൊട്ടിത്തെറികൾ പുറത്തു വന്നല്ലോ, ഒരുപാട് പൊട്ടിത്തെറികൾ. ഞാൻ പറഞ്ഞു, ആദ്യത്തെ ഒരാഴ്ച ഞങ്ങളുടെ പുറകെ ഇരുന്ന് എല്ലാവരും. ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയ ഒരു പ്രോസസ്സ്, ഞങ്ങളുടെ ജനാധിപത്യ പാർട്ടിയാണ്, ഒരുപാട് പ്രോസസ്സ്, ഒരുപാട് പേരെ പരിഗണിച്ചിട്ട് ഞങ്ങൾ ലീഡർഷിപ്പ് കൂടി ഏകോപിപ്പിച്ചൊരു തീരുമാനം. തന്ത്രപരമായി അവർ ഈ വിവാദങ്ങളൊക്കെ പറഞ്ഞ് സരിന്റെ വിസിബിലിറ്റി കൂട്ടിയതാണോ എന്നുള്ളൊരു കഴിഞ്ഞ ദിവസം EP വന്നിട്ട് സരിനെ പ്രശംസിച്ച അത്രയും കേരളത്തിൽ ഈ സമീപകാല ചരിത്രത്തിൽ ആരെയും പ്രശംസിച്ചിട്ടില്ല. അത് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ തമാശകളിലൊന്നായി അടയാളപ്പെടുത്തേണ്ട ഒരാളാണ്. കാരണം തലേ ദിവസം ആത്മകഥയിലെ സാധനം വരികയാണ്. അവസരവാദിയായ ഒരാൾ നേരം ഇരുണ്ടു വെളുക്കുന്നതിന് മുമ്പ് മറുകണ്ഠം ചാടിയ ഒരുത്തനെ ഒരു കാരണവശാലും സ്ഥാനാർത്ഥിയാക്കരുത് എന്ന ആത്മകഥയിലെ പരാമർശം പുറത്തു വന്നപ്പോൾ പാർട്ടി അദ്ദേഹത്തെ ഇങ്ങോട്ട് പറഞ്ഞയച്ച്, ഞാൻ പറയാം, അനുമോദന യോഗത്തിലും അനുശോചന യോഗത്തിലും പ്രസംഗിക്കുന്നത് പോലൊരു പ്രസംഗം നടത്തി. അത് കേട്ടുകൊണ്ടിരുന്നവർ എങ്ങനെയാണ് അതിനെ അടയാളപ്പെടുത്തിയത്? ഈ കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തമാശകളിൽ ഒന്നായി അത് അവിടെ കിടക്കും. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് നാടകങ്ങൾ നടത്തി. അപക്വമായ രീതിയിലാണ് CPM ലീഡർഷിപ്പ്. സാധാരണ അവർക്ക് ഓരോ വിഷയങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നില്ല. അല്ല, ഇവിടെ UDF-ഉം BJP-യും തമ്മിലാണ് മത്സരമെങ്കിൽ വിഷയങ്ങൾ സെറ്റ് ചെയ്യുകയും ചർച്ച കൊണ്ടുവരികയും ചെയ്തത് അവരാണെന്നുള്ള ഒരു പ്രശ്നം. അത് അവർ ഞാനതാണ് പറഞ്ഞത്. സാധാരണ നമുക്ക് CPM-ൽ നിന്നൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അതുപോലെ നമ്മളൊരു സ്റ്റഡി നടത്തുമല്ലോ CPM-നെ, BJP-യെ. ഈ ഇലക്ഷൻ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ സഹപ്രവർത്തകരോട് എല്ലാവരും പറയുമല്ലോ. പക്ഷെ എൻ്റെ അസസ്മെൻറ്റ് CPM-നെ കുറിച്ചൊക്കെ പാളിപ്പോയി. കാരണം ഒട്ടും മെച്ചുവേർഡ് അല്ലാത്ത
ബുദ്ധിപൂർവ്വം അല്ലാത്ത ഒരു കൗശലമില്ലാത്ത കുറേ മണ്ടത്തരങ്ങൾ ചെയ്തു എന്ന് ഞാൻ ആ വാക്ക് ഉപയോഗിച്ചതിൽ തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. കാരണം ഇപ്പോൾ ഇവർ ഓരോ വിവാദം ഉണ്ടാക്കി, ആ വിവാദം എല്ലാം ഇവർക്ക് തിരിഞ്ഞ് ഇവർക്കെതിരായി മാറി. മനസ്സിലായില്ലേ? പരിഹാസം മാത്രമായി. സ്ഥാനാർത്ഥി തന്നെ പല പ്രാവശ്യം, താങ്കൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്ഥാനാർത്ഥി തന്നെ പല പ്രാവശ്യം പരിഹാസം മാത്രമായി. ഇപ്പോൾ റെയ്ഡ്, പെട്ടി, 2 വിവാദം ഉണ്ടായി. അവസാനം മന്ത്രിയും മന്ത്രിയുടെ അളിയനും പാർട്ടി സെക്രട്ടറിയും കൂടി ഒരു പൊസിഷൻ, പെട്ടി നമുക്ക് കെട്ടിപ്പിടിക്കണം ഇലക്ഷൻ വരെ. അപ്പോൾ NN കൃഷ്ണദാസ് എന്ന് പറഞ്ഞാൽ മുൻ MP, പഴത്തെ ഇവിടുത്തെ സ്ഥാനാർത്ഥി, ഒരു പെട്ടിയെടുത്ത് ദൂരത്ത് എറിയിടാന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്ഥാനാർത്ഥി വേറൊരു ലൈനാണ്. സ്ഥാനാർത്ഥി പറയുന്നത് ഷാഫി പറമ്പിലിൻ്റെ തിരക്കഥയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർക്കൊരു ഏകോപനമില്ലാതെ ഇവർ 3 വഴിക്ക് നോർമലി CPM അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അല്ല, ഈ ആ ദിവസങ്ങളിൽ പക്ഷേ അതുകൊണ്ട് തന്നെ ഈ പെട്ടി സരിൻ പറയുന്നു, അതിന്റെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പുറത്ത് കൃഷ്ണദാസ് വരുന്നു, വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആ ചർച്ചയിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും വിസിബിലിറ്റി എവിടെ ട്രാഫിക് ഐലൻഡിൽ പോയിട്ട് ഒരാൾ തുണി അയച്ച് തലയെ കെട്ടിയിരുന്നാലും വിസിബിലിറ്റി ഉണ്ട്. പക്ഷെ അതിന്റെ ഇമ്പാക്റ്റ് എന്താ? എല്ലാ വിസിബിലിറ്റിക്കും പോസിറ്റീവ് ഇമ്പാക്റ്റ് അല്ല ഉള്ളത്. ചില വിസിബിലിറ്റി ഓവറായി കഴിഞ്ഞാൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. ആ നെഗറ്റീവ് ഇമ്പാക്റ്റ് അവിടെ ഉണ്ടായി. ഒരു മന്ത്രി SP ഫോണിൽ വിളിച്ച് കോൺഗ്രസിലെ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളായ ഒരു മുൻ MLA ഉൾപ്പെടെയുള്ള 2 വനിതാ നേതാക്കളുടെ ഹോട്ടലിൽ താമസിക്കുന്ന മുറി വനിതാ പോലീസ് ഇല്ലാതെ, ഇലക്ഷൻ ഉദ്യോഗസ്ഥരില്ലാതെ റെയ്ഡ് ചെയ്യിച്ചു എന്നുള്ള ഒരു അതിക്രമമുണ്ട്. ഒരു അധികാരത്തിൻ്റെ അമിതമായ ഒരു പ്രയോഗമുണ്ട്. ഇത് കേരളമാണ്. കേരളം ഇതിനെയൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യും. ഞങ്ങളത് വേണ്ട രീതിയിൽ തന്നെ അത് പ്രയോജനപ്പെടുത്തി. പിന്നെ രാഷ്ട്രീയ രംഗത്ത് പ്രതികൂലമായി ചില കാര്യങ്ങൾ വരും, അതിനെ അനുകൂലമാക്കി മാറ്റിയെടുക്കണം. പിന്നെ അദ്ദേഹം തന്നെ വഷളായി, മന്ത്രി തന്നെ വഷളായി. ചിറ്റൂര് സ്പിരിറ്റ് പിരിച്ചപ്പോൾ ഏതോ ഒരു കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ടൊരു ഇത്തരം അറസ്റ്റ് ചെയ്യുന്നു. അവസാനം ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞത് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണ് സ്പിരിറ്റ് കൊണ്ടുവന്നിരുന്നത്. അതോടുകൂടി അതിട്ടിട്ട് ഓടിയ ഓട്ടത്തിൽ പുല്ല് പോലും മുളച്ചിട്ടില്ല. റൈറ്റ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഒരു തിരിച്ചടി സംഭവിച്ചാൽ ഒരു സംശയവും വേണ്ട, അത് VD സതീശൻ എന്ന രാഷ്ട്രീയ നേതാവിന് ഒപ്പം ഷാഫി പറമ്പിലിന്, രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള ഏതാണല്ലോ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ എന്റെ സംശയം അതല്ല, ഇത് ഇപ്പൊ ഒരു കോൺഗ്രസിൽ ഒരു പ്രശ്നം ഇല്ലെന്ന് പറയുമ്പോൾ ഒരു പ്രശ്നത്തിലൂടെയാണല്ലോ ഇവിടെ LDFന്റെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവുന്നത്. അപ്പൊ ഈ സ്ഥാനാർത്ഥിത്വം കിട്ടാത്ത ഒരാൾ LDFിലേക്ക് പോയി. അദ്ദേഹത്തെ ഞങ്ങൾ സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിച്ചിട്ട് പോലും അതിനുശേഷം ചില കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് വിട്ടുപോകുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായി, പിരായിരിയിൽ അടക്കം. അപ്പൊ എന്റെ സംശയം അതല്ല, ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് വിഭാഗീയത നമ്മൾ പല കാലത്ത് കണ്ടതാണ്, എത്രയോ കഴിഞ്ഞ ഒരു വർഷങ്ങളായി പല തരത്തിൽ ആ വിഭാഗീയത കണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ ഇത് പ്രതിപക്ഷ നേതാവിനെ കൊടുക്കാൻ പറ്റിയ ഒരു അവസരമാണ് കോൺഗ്രസിൽ എന്ന് കോൺഗ്രസിനകത്ത് ആരെങ്കിലും വിചാരിച്ചു പോകുന്നുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നും. ഞങ്ങൾ 50 കൊല്ലത്തിനിടയിൽ ഇല്ലാത്ത ഐക്യമാണ് കോൺഗ്രസ്. എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും ടീമായിട്ട് വർക്ക് ചെയ്യണം. എന്നെക്കുറിച്ച് പരാതി സാധാരണ ഞാൻ എന്നെക്കുറിച്ച് സാധാരണ ഞാൻ ദേഷ്യക്കാരനാണ്, ദേഷ്യപ്പെടും, സംഘടനാപരമായ കാർക്കശ്യമുള്ള ആളാണ് ഇതൊക്കെ ചെയ്യുമ്പോൾ. പക്ഷെ എനിക്കൊരാളോട് ദേഷ്യപ്പെടുന്ന ഒരു അവസരം പോലും ഒരാളും ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ. കാരണം എല്ലാവരും ഏറ്റെടുക്കുന്ന അസൈൻമെൻറ്റ്സ് അതിമനോഹരമായിട്ടാണ് ചെയ്യുന്നത്. ഇത് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും പാലക്കാട്. താങ്കൾ പാലക്കാടിനെ കുറിച്ചാണ് ചോദിച്ചത്. നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും, അത് അവർക്കുള്ളതാണ് ക്രെഡിറ്റ്. പിന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും രാഷ്ട്രീയമല്ലേ, അതിൻ്റെ ഏക ഉത്തരവാദി VD സതീശനായിരിക്കും. എനിക്ക് മാത്രമായിരിക്കും, കാരണം അവരാരുമല്ല. എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. ഞാൻ UDF ചെയർമാനും പ്രതിപക്ഷ നേതാവുമാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഞാൻ പറഞ്ഞതാണ് അവരെല്ലാം നടപ്പാക്കിയത്. ഞങ്ങളെല്ലാം കൂടിയാലോചിച്ച് ചെയ്തതാണ്. എന്നാലും അവരത് കൂടുതൽ എന്നിലൊരു വിശ്വാസം അവരെ അർപ്പിച്ചിരുന്നു. അതാണ്. അപ്പോൾ അത് അർപ്പിച്ചിട്ടും അതിനെന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ ഞാനല്ലാതെ വേറെ ആരാ ഉത്തരവാദി? വേറെ ആരും ആയിരിക്കില്ല, ഞാൻ മാത്രമേ. പക്ഷെ നേരിട്ട് ഈ പറഞ്ഞതുപോലെ ഇവിടെ BJPയും കോൺഗ്രസും തമ്മിലാണ്, അല്ലെങ്കിൽ UDF NDAയും തമ്മിലാണ് മത്സരമെന്ന് ആവർത്തിച്ച് പറയുമ്പോഴും ഈ ചർച്ചകളിൽ മുഴുവൻ, അല്ലെങ്കിൽ ആരോപണങ്ങളിൽ മുഴുവൻ, നിങ്ങളുടെ പ്രചാരണങ്ങളിൽ, പ്രസംഗങ്ങളിലൊക്കെ നേരിട്ട് LDFനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഇവിടെ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി അവശേഷിക്കുന്നുണ്ട് എന്ന മട്ടിലുള്ള ഒരു ആരോപണമോ ആ നിരക്കുള്ള ഒരു രാഷ്ട്രീയ ആക്രമണമോ ഉണ്ടാവും. ശരിയല്ല. അതിശക്തമായ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായ ആക്രമണം ഞങ്ങൾ നടന്നിട്ടുണ്ട്. വർഗീയത ഇപ്പോൾ ഈ മുനമ്പം വിഷയമായിട്ടുണ്ടാക്കിയിരിക്കുന്ന വർഗീയത, അതിൽ ഞങ്ങൾ BJPയാണ് അറ്റാക്ക് ചെയ്യുന്നത്. സംഘപരിവാർ അജണ്ടയാണ്. ക്രൈസ്തവ ഇസ്ലാം വിഭാഗത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാകും. അതിന് പിണറായി സർക്കാർ കൊടപിടിച്ചു കൊടുക്കുകയാണ്. കാരണം ആ വിഷയം തീർക്കില്ല.
തീർക്കാതെ ഇടുക. മാത്രമല്ല ഈ മുനമ്പം വിഷയം നീറി നിൽക്കുക ഒരു വിഭാഗീയത പോലെ. ആ സമയത്ത് പോയി വയനാടിൽ കൊണ്ടുപോയി നോട്ടീസ് കൊടുക്കുക. ഇലക്ഷൻ നടക്കുന്ന വയനാട്ടിൽ ശ്രദ്ധിച്ചോളാം. തൃശ്ശൂർ ഇലക്ഷൻ നടക്കുന്ന ജില്ലയിൽ ചാവക്കാട് പോയി നോട്ടീസ് കൊടുക്കുക. വഖഫ് ബോർഡ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളതാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ. അവർ നോട്ടീസ് കൊടുക്കുന്നു. വിത്തിൻ 24 hours 24 മണിക്കൂറിനകം BJPയുടെ സംസ്ഥാന നേതാക്കൾ അത് സന്ദർശിക്കുന്നു. അല്ല, ഈ വിഷയം ഇപ്പൊ കൊടുക്കില്ലല്ലോ. ഈ ഇലക്ഷൻ 2 ദിവസം മുമ്പേ മുനമ്പം വിഷയം നീറി നിൽക്കുന്ന സമയത്ത് ഇപ്പൊ കൊടുത്താണ്. ഈ 2 ദിവസം മുമ്പ് കൊടുത്താ. വയനാട് ഇലക്ഷന് മുമ്പും ചേലക്കര ഇലക്ഷന് മുമ്പും 2 സ്ഥലത്തും കൊടുത്തു. കൽപ്പാത്തിയിൽ എന്താ കൊടുക്കാത്തതെന്ന് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇത് കൊടുത്തിട്ട് അപ്പൊ വീണ്ടും അവിടെ BJPക്ക് ഒരു സ്പേസ് ഉണ്ടാക്കി. അവർക്കൊക്കെ ഇങ്ങനെ BJPയെ വിജയിപ്പിക്കാൻ LDF തീരുമാനിച്ചാൽ അവരുടെ രാഷ്ട്രീയ അടിത്തറ ഞാൻ പറഞ്ഞ സംഘപരിവാർ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക. അല്ല, അതിലൊരു രാഷ്ട്രീയ ലാക്കുണ്ടായില്ല. രാഷ്ട്രീയ ലാക്കുണ്ട്. അതിൽ ഞങ്ങൾക്ക് സ്ഥിരമായി ചെയ്യുന്ന ഒരു വോട്ടുകളുണ്ട്. അത് ഞങ്ങളിൽ നിന്ന് പോയാൽ ഞങ്ങൾ ദുർബലമാവും എന്നുള്ളതിൻ്റെ ഒരു രാഷ്ട്രീയം ഉണ്ട് അതിൻ്റെ അകത്ത്. കാരണം ഇത് 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമാണ്. ഞാനതിൻ്റെ നിയമപരമായ സങ്കീർണതകളെല്ലാം പരിശോധിച്ചാളാണ്. ഗവൺമെൻറ്റിന് 10 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. കാരണം ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്ത ബോഡിയാണ് വഖഫ് ബോർഡ്. കേരളത്തിലെ മുസ്ലിം സംഘടനകളും ക്രിസ്ത്യൻ സംഘടനകളും എല്ലാവരും പറയുന്ന ഒരു പോയിന്റ് എടുത്തിട്ട് ചെയ്യേണ്ടതിന് ചെയ്യാതെ പാലക്കാട് ഇലക്ഷൻ കഴിയുന്നത് വരെ നീട്ടിക്കൊണ്ടുപോകാം. നമുക്ക് മനസ്സിലാവുമല്ലോ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഈ ഇരട്ട വോട്ട് വിവാദം അല്ലെങ്കിൽ വ്യാജ വോട്ട് വിവാദം, അത് എങ്ങനെയാണ് ഇവിടെ ചർച്ചയാവുക മണ്ഡലത്തിൽ? കാരണം അത് ആരോപണം ഉയരുന്നത് കോൺഗ്രസിനെതിരെയാണ്, ഇടയ്ക്കൊപ്പം ചില BJPക്കെതിരെ ഉയരുന്നത്, CPM-നെതിരെ തിരിച്ചും ആരോപണം ഉയരുന്നത്. ഞങ്ങൾ ഇതിൻ്റെ ഇത് CPM ജില്ലാ സെക്രട്ടറി ഉണ്ടാക്കിയൊരു വിവാദമാണ്. ചിലപ്പോൾ ഉണ്ടാവും. ഇപ്പൊ BJP ജില്ലാ പ്രസിഡന്റ് വേറെ വോട്ടുണ്ട്, ഓഫീസിൽ ചേർത്തിട്ടുണ്ട്, ശരിക്കും കുറച്ച് വോട്ടുണ്ട്. ആ വോട്ട് ഐഡന്റിഫൈ ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത് ആരാ ഉത്തരവാദി? സംസ്ഥാന സർക്കാരാണ്. ഇത് BJP ഈ CPM ജില്ലാ സെക്രട്ടറി ആരോപണം ഉന്നയിച്ച ഉടനെ ഞങ്ങളുടെ ഒരു വോട്ട് പോലില്ല, ഞങ്ങളുടെ ഒറ്റ നേതാക്കന്മാരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാനത് പറഞ്ഞുതരാം. ഈ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി ഈ 2-2.5 മാസത്തിൽ ഇവിടെ ഒരു വീട് എടുത്ത് വാടകയ്ക്ക് എടുത്ത് താമസിക്കാൻ തുടങ്ങി. അല്ല, ആയിരുന്നു, ആയിക്കോട്ടെ. അദ്ദേഹം കോൺഗ്രസ് ആണെന്നല്ല, അദ്ദേഹം മത്സരിക്കാൻ അന്നേ തീരുമാനിച്ചത്. അദ്ദേഹം ഒന്നുകിൽ കോൺഗ്രസ്സിൽ, അല്ലെങ്കിൽ BJPയിൽ, അല്ലെങ്കിൽ CPM-ൽ. ഇത് മൂന്നും കിട്ടിയില്ലെങ്കിൽ അത് സ്വതന്ത്രനായിട്ടായാലും മത്സരിക്കുമായിരുന്നു. അവിടെ ഒന്ന് താമസിച്ചു, അദ്ദേഹം എടുത്തു. BJPയുടെ മുനിസിപ്പാലിറ്റിയാണ് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുത്ത് 6 മാസം അദ്ദേഹം തുടർച്ചയായിട്ട് ഇവിടെ താമസിക്കണമെന്ന് പറഞ്ഞ് വ്യാജ രേഖ ഹാജരാക്കിയ. അപ്പോൾ CPM ജില്ലാ സെക്രട്ടറി ഇങ്ങനെ വോട്ട് ചേർത്തവരെ തടയുമെങ്കിൽ ആദ്യം തടയേണ്ടത് ഇയാളെ. ഓക്കെ, പക്ഷേ ഇത് ഇലക്ഷൻ പ്രോസസ്സ് തുടങ്ങി. ഞങ്ങൾ ഇതെന്താ പ്രശ്നം എന്നറിയാം. ഈ CPM ജില്ലാ സെക്രട്ടറി ഒരു പണിയും ചെയ്തില്ല. അദ്ദേഹം മന്ത്രിയുടെ അളിയൻ ഉൾപ്പെടെയുള്ള ആളുകൾ പാർട്ടിയിലൊരു ലോബിയാണ്. അവർ വലിയ വിമർശനം നേരിടുകയാണ് പാർട്ടിയിൽ. CPM-ൽ ഒരിക്കലും അർച്ചന അറിയാമല്ലോ. CPM-ൻ്റെ ഞാൻ അർച്ചനോട് പറഞ്ഞു തന്നെ CPM-ൻ്റെ സ്ട്രക്ചർ എന്താണെന്ന്. ഈ ഇലക്ഷൻ തുടങ്ങിയിട്ട് കൊഴിഞ്ഞമ്പാറയിൽ 100 CPM അംഗങ്ങൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ യോഗം കൂടി CPM ജില്ലാ നേതൃത്വത്തെ വെല്ലുവിളിച്ചു. തൊടാൻ പറ്റിയിട്ടില്ലവരെ. CPM-ൽ നടക്കൂ. ഇപ്പൊ കോൺഗ്രസിൽ പോലും നടക്കില്ല. അതുമായിട്ട് താങ്കൾ കമ്പയർ ചെയ്യല്ലേ. 100 പേര് യോഗം ചേർന്ന്. താങ്കൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞില്ല എന്നോട് ചോദിച്ചപ്പോൾ ഇത് പറഞ്ഞില്ല. ഞാൻ പറയാം 100 പാർട്ടി അംഗങ്ങൾ കൂടി ഒരു ജില്ലാ സെക്രട്ടറി വെല്ലുവിളിക്കുക. ഇവിടെ ഇലക്ഷൻ കമ്മിറ്റി കൂടുമ്പോൾ ഞാനിത് പുറത്ത് പറയാത്ത എന്താണെന്ന്, എനിക്ക് ഇലക്ഷൻ കമ്മിറ്റി LDF-ൻ്റെ കൂടുമ്പോഴുള്ള വിവരങ്ങൾ കിട്ടുന്നു. ഞാൻ പുറത്ത് പറഞ്ഞാൽ അവർ സെറ്റിൽ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ഇലക്ഷൻ എടുക്കാറായാലും സെറ്റിൽ ചെയ്യാൻ പറ്റില്ല. ഇവരൊന്നും വോട്ട് ചേർത്തില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് മെഷീനറി വേറെയാണ്. ഞങ്ങളാണ് സാധാരണ ചേർക്കാതിരിക്കുക. ഇവിടെ എന്തായാലും കോൺഗ്രസ് ജയിക്കും, UDF ജയിക്കും എന്നുള്ള ആത്മവിശ്വാസം നിൽക്കുമ്പോൾ VD സതീശൻ ആഗ്രഹിക്കുന്നത് രണ്ടാമത് ആര് വരണമെന്നാണ്. അല്ലല്ല, അങ്ങനെ നമ്മളൊരു ആഗ്രഹമല്ലല്ലോ. തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവർ, വോട്ടുള്ളവർ വരും. വളരെ പുറകിലാണ് CPM. കഴിഞ്ഞ പ്രാവശ്യം നേടിയ വോട്ട് പോലും അല്ല അവരിൽ ആരുമായി മത്സരിക്കണമെന്നാണ്. അതല്ലല്ല, അതിപ്പോൾ നമ്മളെപ്പോഴും കേരളത്തിൽ CPM-മാരല്ല നമ്മൾ മത്സരിക്കും. BJP കേരളത്തിൽ ഒരിക്കലും ഒരു ശക്തി ആകരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളല്ലേ നമ്മളെല്ലാവരും. ഞങ്ങളുടെ ഭൂരിപക്ഷം കൂട്ടാനാണ് ഈ CPM ചെയ്ത നടപടികളെല്ലാം കാരണമാവുള്ളൂ. ഞാൻ 10,000 വോട്ടിന് മീതെ ജയിക്കുമെന്നാണ് ഞങ്ങളുടെ അസസ്മെൻറ്റ്. അത് 15,000 ആയാലും അത്ഭുതമില്ല. അത് ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ അല്ല. ഈ അങ്ങോട്ട് പോകുന്നത്, മുകളിലേക്ക് പോകുന്നത് ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ അല്ല. അത് CPM-ന് അവകാശപ്പെട്ട. കാരണം CPM ചെയ്ത കാര്യങ്ങൾ പാളിപ്പോയതാണ്.
മറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം. ഇപ്പോൾ വയനാട് ദുരന്തത്തിന് കേന്ദ്ര സഹായം ഇല്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. ഈ കാര്യത്തിൽ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുമെന്ന് പ്രതിപക്ഷം നേരത്തെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അത് എത്രത്തോളം ഏത് തരത്തിലായിരിക്കും ആ സമരത്തിന്റെ ഒരു സ്വഭാവം എന്നുള്ളത്? അല്ല, ഈ മണ്ഡലത്തിൽ അത് ഏതെങ്കിലും തരത്തിൽ പ്രതിഫലിക്കുമോ? അല്ല, ഞങ്ങൾ കേന്ദ്രത്തിൽ ആ സമരം ചെയ്യും. ഞങ്ങളുടെ MP-മാർ പാർലമെന്റിൽ ആ വിഷയം ഉന്നയിക്കും. സംസ്ഥാന തലത്തിൽ ഞങ്ങൾ കേന്ദ്രത്തിനെതിരായിട്ടുള്ളൊരു പ്രക്ഷോഭണം നടത്തും. അന്ന് ഗവൺമെൻറ് അങ്ങനെ ഒരു ലൈറ്റായിട്ടുള്ള സ്റ്റാൻഡ് എടുത്ത് ചിലപ്പോൾ അത് ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല, ചിലപ്പോൾ കിട്ടുമെന്ന് കരുതിയിട്ടായിരിക്കും. കിട്ടുമ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ പ്രതിപക്ഷം പറയണ പോലത്തെ ഭാഷയിൽ ഗവൺമെന്റ് സംസാരിക്കേണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം മുഖ്യമന്ത്രി കുറച്ചുകൂടി ലൈറ്റായിട്ടാണ്. കണക്ക് വിവാദം ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആ കണക്ക് വിവാദം ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ വേണ്ട രീതിയിൽ സർക്കാരിന് പിന്തുണ കൊടുത്തില്ല. കണക്കൊക്കെ ആവശ്യമില്ലാതെ ഉണ്ടാക്കിയതാണ്. അങ്ങനെയല്ല കണക്ക് കൊടുക്കുന്നത്, അതൊക്കെ ഇവരെ ആവശ്യമില്ലാതെ ഉണ്ടാക്കിയതാണ്. ഈ മണ്ഡലത്തിൽ അത് പ്രതിഫലിക്കുമോ എന്നുള്ളതാണ്. അല്ല, ജനങ്ങൾ ഇതെല്ലാം നോക്കി കാണുകയല്ലേ. നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പിന് വേണ്ടി പറയുന്ന ഒരു വിഷയമല്ലല്ലോ. ഇപ്പം നമ്മളിപ്പോഴാണ് അറിയുന്നത്. വയനാട് തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് പുറത്തും വന്നില്ല. അതൊന്ന് അന്വേഷിക്കേണ്ടതാണ്. എന്താണ് വയനാട് തെരഞ്ഞെടുപ്പിന് മുമ്പ് ആ വാർത്ത പുറത്തു വരായിരുന്നതെന്ന്. വയനാട് കുറെ കൂടി രൂക്ഷമായി അതിനോട് പ്രതികരിച്ചാണ്. വയനാട്ടിലെ ആളുകൾക്ക് അറിയാമല്ലോ ദുരന്തം. വയനാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് എന്തായാലും ഈ വാർത്ത വന്നത്. ഈ വാർത്ത നേരത്തെ പുറത്ത് വന്നോ അല്ലെങ്കിൽ ഇനി വയനാട് കഴിഞ്ഞിട്ട് പുറത്ത് വിട്ടാൽ മതിയൊന്നും ആരാ വിചാരിച്ചെന്ന് എനിക്കറിയില്ല. അല്ല, ഞാനൊരു ആക്ഷേപമൊന്നും ഉന്നയിക്കുന്നില്ല. പക്ഷെ എനിക്കൊരു എന്താണ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് വന്നതെന്ന് ഒരു സംശയമുണ്ട്. മൂന്നിടത്തും വലിയ വിജയം നേടാൻ കഴിഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത കോൺഗ്രസ് നേതൃത്വം എന്ന നിലയിലേക്ക് പ്രതിപക്ഷ നേതാവ് മാറും. അങ്ങനെയല്ല വരാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് വരാൻ പോകുന്നത് കേരളത്തിലെ കോൺഗ്രസ് UDF മാറി എലക്ഷൻ ഓറിയൻറ്റഡായി 2026 കൊടുങ്കാറ്റ് പോലെ 100 സീറ്റിന് മീതെ മേടിച്ച് UDF തിരിച്ചു വരും എന്നുള്ളതിൻ്റെ ഒരു മെസ്സേജ് പോകും. എൻ്റെ അസൈൻമെൻറ്റ് അതുവരെയുള്ളൂ. വർഷം വഴിതെറ്റിച്ച് വിടണ്ട. അതുവരെയുള്ള അസൈൻമെൻറ്റ്, അതാണ് അസൈൻമെൻറ്റ്. അത് മാത്രമാണ് മുമ്പിൽ. അത് ചെയ്തിരിക്കും. ഞങ്ങളുടെ ഈ വർക്കിലൂടെ എമർജ് ചെയ്ത് വരുന്നത് കോൺഗ്രസിലെയും UDFിലെയും മിടുക്കന്മാരുടെയും മെഡിക്കലുടെയും 2ാം നിരയും 3ാം നിരയാണ്. അസാമാന്യമായിട്ട് എമർജ് ചെയ്ത് UDFിൻ്റെ ഭാവി കേരളത്തിൽ സുരക്ഷിതമാണ്. നല്ല ടീമാണ് തന്നെ. അത് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും വലിയ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ്. പാലക്കാട് വിജയം ഉറപ്പാക്കുന്നു. ഒപ്പം ചേലക്കരയിലും വയനാട്ടിലും മികച്ച വിജയം നേടുമെന്നും പ്രതീക്ഷിച്ച് തന്നെ മുന്നോട്ട് പോകുന്നു. നമുക്ക് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാമല്ലേ? സന്തോഷം.